എനിക്ക് മതിയായി ബ്രോ, മടുത്തു. അവൾ ഈ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ബ്രോ തന്നെ പറ. ആദ്യം അവൾ ചെയ്തെന്താന്ന് പറ. എനിക്കിത് വേണം. ഞങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ ബന്ധമാണെന്ന് ബ്രോയ്ക്ക് അറിയാമല്ലോ. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നലത്തെ കാര്യം തന്നെ നോക്ക്. രാവിലെ അവളെയും കൊണ്ട് ഇറങ്ങിയതാണ്, സിനിമയ്ക്ക് പോയി. അവിടുന്ന് ബ്യൂട്ടി പാർലർ, അവിടെ പെഡിക്യൂർ മെനിക്യൂർ എന്തെല്ലാമോ. അത് കഴിഞ്ഞ് ഐസ്ക്രീം, പിന്നെ മോളിൽ ഷോപ്പിംഗ്. നീ ഇത് കേക്ക് ഷോപ്പിംഗ്. അവിടെ ചെന്നിട്ട് ചുരിദാർ, കുർത്തി, ടീഷർട്ട്, ഷോർട്ട് ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ജംപ് സ്യൂട്ട്, അങ്ങനെ 10-25 ടൈപ്പ് ഡ്രസ്സുമായിട്ട് അവൾ ട്രയൽ റൂമിൽ കയറി. ഒറ്റക്കാലിൽ 1.5 മണിക്കൂർ ഒറ്റ നിപ്പ് നിന്ന് ഞാൻ അതിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ അറിയോ. എന്നിട്ട് 25 ടൈപ്പിന് 25 എക്സ്പ്രഷൻ വിട്ടു ഞാൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഏതോ ടോപ്പിന്റെ പീച്ച് കളർ തപ്പിയെടുത്ത് കൊടുക്കാൻ. ബീച്ച് അല്ലടാ, പീച്ച്. മഴവിലിന്റെ 7 കളർ അല്ലാതെ 8ാമതൊരു കളർ അറിയാത്ത എന്നോട് അതും ഞാൻ തപ്പിയെടുത്ത്. ഇത്രയും കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അവൾ ഈ പരിപാടി എന്നോട് ചെയ്തത് ശരിയാണോ ബ്രോ? അവൾ എന്താ ചെയ്ത്? രാവിലെ മുതൽ അവളൂടെ കറങ്ങി നടന്നിട്ട് അവസാനം തിരിച്ചു വരുമ്പോ കാറി വെച്ച് അവളുടെ കൈ പിടിച്ചില്ലെന്നും പറഞ്ഞ് പിണങ്ങി ബ്രോ. അന്ന് നീ കൈ പിടിക്കാൻ? ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ കൈ പിടിക്കാനാണ്? 2ാമത്തെ ഗിയറിലാണ്. 5ാമത്തെ ഗിയർ ഇട്ടിട്ട് പിടിച്ചാ പോരേത് ഞാനൊന്ന് ചോദിച്ചു പോയി. എന്നിട്ട് ഈ നിസ്സാര കാര്യത്തിനാണ് ബ്രോ അവൾ പിണങ്ങി ഈ പരിപാടി ചെയ്തത്. അവൾ എന്ത് കാണിച്ചു? വീട്ടിൽ പോയിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു, മൈ ഫാമിലി ഈസ് മൈ ഹാപ്പിനെസ് എന്ന്. അതും അവളുടെ ഭർത്താവുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ. ബ്രോ, എന്നോടിത് വേണമായിരുന്നു. മോനെ, അന്യന്റെ തൊഴുത്തിലെ പശുവിന്റെ പാല് പോരാന്ന് പറയരുത്.